بسم الله الرحمن الرحيم. عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. اللهم أعني ولا تعني علي ومن كل ولا تمكر علي وصلني على من بغى علي. اللهم ثبت حجتي واهدي قلبي وسد لساني وفي صحيح صدري. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഅലും ഖൗലും അതുപോലെ തർക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഒഴിവാക്കിയോ ആ ഒഴിവാക്കിയതും എന്താണ് ഇതിൽ പെടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഖത്തുൻ നാജിയെ പറ്റി ചോദിച്ചപ്പോൾ അവർ മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയും സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അതെങ്ങനെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് ഒരിക്കലും മാർഗമില്ല ഇല്ലെന്ന എന്താണ് അവരെ പറ്റി റിപ്പോർട്ട് ചെയ്തത് അതിലേക്ക് മടങ്ങുക. എന്റെ ഒന്നാമത് ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതി ഹദിയ ചെയ്തതായിട്ട് ഏതെങ്കിലും റിപ്പോർട്ടുണ്ടോ? ഏതെങ്കിലും റിപ്പോർട്ടുണ്ടോ? ഖുർആൻ ഏത് ആയത്തുമാകട്ടെ, ഏത് ആയത്തോ സൂറത്തോ എന്തുമാകട്ടെ, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഈ കൂലി ഇദ്ദേഹത്തിന് നൽകണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഏതെങ്കിലും സഹീഹായ റിപ്പോർട്ടുണ്ടോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന അലൈഹി വസ്ഹാബി അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ സുന്നത്തിൽ പിൻപറ്റുന്ന ഈ സുന്നത്താണോ ഖുർആൻ ഓതി അത് ഹദിയ ചെയ്യുന്ന കാര്യം? ഉണ്ടെ എന്ത് ചെയ്യാ? നമ്മുടെ സഹോദരൻ ഇവിടെ തെളിയിക്കട്ടെ. അതുപോലെ തന്നെ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ എന്നുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഫകുല്ലു മാ ഫഅലഹു റസൂൽ അലൈഹിസ്സലാം കാന തർക്കുഹു ബിദ്അ. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചൊരു കാര്യമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന വിഷയം, അത് ഒഴിവാക്കിയതാണ്. വകുല്ലു മാ തറക്കഹു റസൂൽ അലൈഹിസ്സലാം കാന ഫിഅലുഹു ബിദ്അ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ കാര്യം അത് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ ഒഴിവാക്കിയതാണോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖൽ ചെയ്തിട്ടെങ്കിൽ കൊണ്ടുവരാം. എന്റെ രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ അത് ഒഴിവാക്കിയതാണോ? ഇത് വ്യക്തമായി തന്നെ കൊണ്ടുവരാൻ. കാരണം പണ്ഡിതന്മാർ ഫകുല്ലു മാ ഫഅലഹു റസൂൽ അലൈഹിസ്സലാം കാന തർക്കുഹു ബിദ്അ വകുല്ലു മാ തറകഹു റസൂൽ അലൈഹിസ്സലാം കാന ഫിഅലുഹു ബിദ്അ. വ്യക്തമായി രണ്ട് ചോദ്യം മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഇവിടെ നമ്മുടെ സുഹൈൽ യൂസുഫിന്റെ കഥ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. തട്ടിപ്പിന് കയ്യും കാലും മുടക്കാണെങ്കിൽ അത് സുഹൈൽ യൂസുഫായി മാറുന്നല്ല മനസ്സിലാക്കുന്നത്. ഇബ്നു ഹാജിറിന്റെ പച്ചക്കറികളുടെ വാസ്തവത്തിൽ ഇബ്നു ഹാജിറിന് ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് കൂടി ഹജ്ജ് ചെയ്യുന്ന ഒരുപാടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ്. അതിങ്ങനെ കോട്ടി മാറ്റി ഇവിടെ കൊണ്ടിട്ടിരിക്കാം. ഇങ്ങനെ ഒരുപാട് ഇവിടുത്തെ അവരുടെ ഇവിടുത്തെ ഇവന്റെ സമൂഹത്തിൽ എല്ലാം കോട്ടിമാട്ടിൽ മാത്രമാണ്. ഞാൻ അതിൽ കിടക്കാം. വാസ്തവത്തില് ഇവന് കയ്യും പറഞ്ഞത് എന്താണ്? അവൻ ചോദിക്കുക, ആവർത്തിച്ച് ഹദ്യ ചെയ്യുന്ന പരിപാടിയുണ്ടോ കേട്ട് ഞാൻ ഇബാറിഞ്ഞാൽ കേട്ടു. മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരൻ ഹദ്യ ചെയ്താൽ എത്തുമെന്നാ പറഞ്ഞത്. പോലെയുള്ള ആക്ഷേപകര് പോലും ചെയ്തു വരുന്ന പ്രവർത്തനമാണ് ഇത് തോടാൻ കഴിയോ? പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും ആക്ഷേപം ഇല്ലാതെ കൊണ്ടുവരുന്ന കാര്യമാണ് ഇത് എന്ന് ഇബ്നു തൈമിയ്യ തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഹാദ്യ ചെയ്താൽ ഹാദ്യ ചെയ്താൽ എന്തേ തൊടാനൊരു പേടി. ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന മൂപ്പര് പച്ചക്കളവ് ഇബ്നു ഹാജിറോട് പറഞ്ഞു. അതൊന്നും ഇവിടെ നടക്കൂല. മനസ്സിലായിക്കോ? പിന്നെ മൂപ്പര് അവസാനത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഇസ്ദുദ്ദീൻ അബ്ദുസ്സലാമിൻ്റെതാ. ചോദിച്ചത് ഞാൻ വേറെയാണ്. ചോദ്യവും മറുപടിയും തമ്മിൽ ഒരു ചോദ്യവും ഒരു മറുപടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. എല്ലാം മൂപ്പരെ ഇജ്തിഹാദ് എന്തൊക്കെ പറയാണ്. എന്നാൽ എല്ലാം മസാക്കി പറഞ്ഞു നിങ്ങളെ ഇവിടുത്തെ പറഞ്ഞിട്ടാണല്ലോ അന്നൽ ഇൻസാനല്ലാതെ എന്തൊക്കെ ഇല്ലാതെ അവൻ ഇജ്മാഇനെ വിളിച്ചു. ഇജ്മാനെ വിളിക്കേണ്ട ഹറാമാണ്. ഇങ്ങോട്ട് എത്തുമ്പോൾ തലയിലൂടെ ചെയ്തിരിക്കുക. ഞാൻ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ പറയുമോ? ഇപ്പം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടുള്ളതാ?
ചെയ്യുക എന്ന് മാത്രമല്ല പറയുക വരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിഷയാവതരണത്തിൽ കൃത്യമായി എഴുതി പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കഥ ഒക്കെ മുന്നിലുണ്ട് മുന്നെടുക്കാൻ വരികയാണ് ഇവിടെ. ഒക്കെ നിങ്ങൾ നേതാക്കന്മാർ കണ്ട മറുപടി എന്നുള്ള ആയത്തിനെ സ്വീകരിച്ച് നമ്മളെന്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അമാലക്കും തുറന്നു അക്രിബായിക്കും നിങ്ങളുടെ എല്ലാ അമലും അത് ഖുർആനോട്ടാവട്ടെ എല്ലാ അമലും നിങ്ങളുടെ അക്രിബായും മശായിലും എത്തും അവരുടെ ഖബറുകളിൽ എത്തും. അല്ല ഹദീസ് ചെയ്യലുണ്ടോ? ഹദീസ് ഇടാകുന്നാണ്. അല്ലെങ്കിൽ ഇബ്നു കരീം പറഞ്ഞു ഇബ്നു കരീം പറഞ്ഞു വാഹിദാഹു ഹദീസ് ചെയ്യലുണ്ടോ ചോദിച്ചു തരണ്ട. അതല്ലേ നിങ്ങളുടെ എല്ലാ അമലും മയ്യത്തിന് ചേരുന്നതാണ് എത്തുന്നതാണ്. ഹൈറാണെങ്കിൽ അവർ സന്തോഷിക്കും. പിന്നെ വലിയതാണ് ഹദീസ് ഞാൻ പറഞ്ഞു, അതും പറഞ്ഞതാണ് യക്റഉ സൂറത്ത് യാസീൻ. ഇത് മരണപ്പെട്ട ആളുകൾക്കും മരണം ഹാജരായ ആളുകൾക്കും ബാധകമാണ്. എന്നാണ് പറഞ്ഞു, നിങ്ങളുടെ നേതാവ് ഇബ്നു കയ്യിം തന്നെ പറഞ്ഞു, അതും ഞാൻ പറഞ്ഞു. അപ്പോ ഇത് ഈ ഹദീസ് ലൈഫാണ് എന്നാ ഈ ഹദീസ് ലൈഫാണെന്ന് ചോദിച്ചു ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ വരാം. ഈ വേറെയും ഹദീസ് ഉണ്ട്, അത് പറഞ്ഞതാണ് നിങ്ങളുടെ നേതാവ് കാലത്തിൽ അവസാനിക്കാൻ മാത്രം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം സൂത്രനെ പോലുള്ള ആളുകൾ കാണാം, ഇങ്ങനെ മരിച്ച ആളുകൾക്ക് എത്തുമെങ്കിൽ ഒരുപാട് ഹദീസുണ്ട്, ലൈഫുണ്ട്, അതുപോലെ തന്നെ സ്വഹീഹുണ്ട്. എന്നിട്ട് പറയാണ് കുറച്ചൊക്കെ വൈഫുണ്ടെങ്കിലും ടോട്ടൽ അതിന് അസ്ലിന്റെ മനസ്സിലാകും. എല്ലാ മുസ്ലിങ്ങളും എല്ലാ കാലത്തും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് ഇജ്മാആയിട്ടുണ്ടെന്ന് ഇമാം സുയൂത്തി അവിടുത്തെ ശറഹ് സുദൂറിൽ. ഓക്കെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനൊരു കാര്യം ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി അവർക്ക് കിട്ടുമെന്ന് അത് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്താണോ അത് ഒഴിവാക്കിയതാണോ? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി പ്രവർത്തിച്ചതെന്നോ പ്രവർത്തിക്കാതിരുന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ ചെയ്യപ്പെട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഉത്തരം കേട്ടോ സഹോദര. ഏതെങ്കിലും ഈ ചോദ്യത്തിനെ തൊട്ടോ ഉദ്ധരിച്ചോ റിപ്പോർട്ട് കൊണ്ടുവന്നോ? എന്റെ നിങ്ങളൊക്കെ പാരമ്പര്യം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടുന്ന രീതിയിലുള്ള സനദുള്ളവരല്ലേ? എവിടെ സനദ് കൊണ്ടുവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് തട്ടുന്ന സനദ്, സഹീഹായ സനദ്, പൊടിപോലെ സനദല്ല, സഹീഹായ സനദോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തായിട്ടുള്ള ആരെങ്കിലും ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഈ ഖുർആൻ ഓതിയതിന്റെ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഹാജരാക്കുക. വിഷയമൊക്കെ മാറ്റാൻ നമ്മുടെ സഹോദരൻ ശ്രമിക്കണം. അതിന് കാര്യമില്ലട്ടോ, ഒരിക്കലില്ല. ഇവിടെ മരണപ്പെട്ടവർക്ക് എന്തെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളതല്ല ചർച്ച. മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതി ഈ ഖുർആൻ ഓതിയതിന്റെ കൂലി അവർക്ക് കിട്ടുമെന്നാണെങ്കിൽ ആ ഇജ്മാ ഇവിടെ എവിടെയുമില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഇബാദത്തിലില്ല, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടില്ല, മാത്രമല്ല ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഈ ഇജ്മാ എന്നുള്ളത്. അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഈ ഓതിയതിന്റെ കൂലി മറ്റുള്ളവർക്ക് കൊടുക്കും എന്നതിൽ ഇജ്മാ ഉണ്ടെന്നുള്ളത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം പണ്ഡിതന്മാരുടെ പേരിൽ പറയുകയാണ്. അതുകൊണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം. ഇതിന്റെ ചോദ്യം എവിടെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ കൊണ്ട് നബി സല്ലല്ലാഹു മറ്റുള്ളവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്യുന്നതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഹാജരാക്കണം. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ള സഹാബികൾ, അവരെ പറ്റി അല്ലാഹു തആല പറയുന്നു ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വഅമ്മാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ فيقولون في كل فعل وقول لم يثبت عن الصحابة هو بدعة لأنه لو كان خير لسبقونا إليه لأنهم لم يتركوا خصلة من خصال الخير. ചോദിക്കട്ടെ, നിങ്ങളിപ്പോ അൻസാറിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ല. ആ എന്തായാലും നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുക, ഹദീസിന്റെ വ്യക്തമായ സനദും അതുപോലെ തന്നെ മത്തിനും കൊണ്ടുവരും. എന്നാലും ഇൻഷാ അല്ലാഹ് അത് വിഷയമായിട്ട് ബന്ധമില്ല, എന്നാലും മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചോദിക്കണം. ഈ വിഷയത്തിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന മറ്റു മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നതിൽ സഹാബികളിൽ നിന്നും ഏതെങ്കിലും അസർ ഉണ്ടെങ്കിൽ സഹിയായ അസർ ഉണ്ടെങ്കിൽ അതിവിടെ ഉദ്ധരിക്കട്ടെ. നിങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ അതിലില്ല. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ആ റിപ്പോർട്ട് അൻസാറിനെ പറ്റിയുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യാം, അതിന്റെ സനദ് കൊണ്ടുവരാം, അതിന്റെ മതം കൊണ്ടുവരാം. അവിടെ എവിടെയെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഈ ഖുർആൻ ഓതിയതിന്റെ കൂലി, ഞാൻ ഓതിയതിന്റെ കൂലി അവർക്ക് നൽകണം എന്നാണെങ്കിൽ ആ ലഫ്ളും എന്ത് ചെയ്യുക, വായിക്കും. ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം.
അസ്സലാമു അലൈക്കും. ഏതായാലും നമ്മുടെ മൗലിയുടെ കാര്യം നല്ല തമാശ തന്നെയാണ്. ഷാഫി 3 മദ്ഹബ് പ്രകാരവും ഖുർആൻ എഴുതിയാത്തും ഷാഫി പ്രകാരം ഇവരുടെ അഭിപ്രായ പ്രകാരമാണ് ഹദീസ് എന്നുള്ളത്. സ്വയം കളാനുണ്ട്. ഹദീസ് ചെയ്താൽ എവിടെയെന്നുള്ളതാ. ഹദീസ് ചെയ്താൽ എത്തുമെന്നതിന് ഞാൻ അവരുടെ മുത്തപ്പനായി ഇതിനെ കൈകൂടെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇതിന് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, ഈ തങ്ങളുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ ഹദീസ് ഒരു സംഭവം ഇല്ല എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ സുഹൈലെ ധൈര്യപ്പെടുക. അതിന്റെ അർത്ഥം വെച്ച് നിങ്ങളുടെ ഇതിലത്തേക്ക് ഞാൻ അറിയുക ഖുർആൻ പറയുന്നതിന് തുല്യമാണെന്നല്ലോ എന്നതിന് നല്ലത്. ഇതിനകത്ത് ശുദ്ധിക്കാരിയും മുസ്ലിങ്ങളുടെ ഐക്യാണല്ലോ. ഒരാളെ ഖുർആൻ കുര്യാതിരിച്ചിരുന്നിട്ട് അതിനെ ഹദീസിലെ മയ്യത്തി ഹദിയാൻ ചോദിക്കണ്ട, അത് തന്നെ കൃത്യമാണ്. വേറെ സ്ഥലത്ത് അങ്ങനെ തന്നെ ഖുർആൻ മയ്യത്ത് ഹദിയ ചെയ്താൽ അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല. അപ്പൊ ഈ ഇബിന് തൈമീർ കണ്ടിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ ഹദീസ് നമ്മൾ എല്ലാവരും പറയുന്നു. ഇബിന് തൈമീർ കണ്ടിട്ടില്ലേ? അതുപോലെ ഇബിന് തൈമീർ പറയുന്നു. പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിനെ കൊട്ടക്കണക്കിന് വിശ്വാസത്തിൽ തന്നെ പറഞ്ഞു, അത് കേട്ടില്ല. അതാണ് ഇത്. ഇതാ മുകളിൽ ടെസ്റ്റ് കിട്ടുന്ന ഒരുപാട് ഹദീസ്. ഇനി കറവലാമോക്കാപ്പൻ സൂറത്ത് യാസീൻ സഹീഹായ ഹദീസാണ്. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹിയാക്കിയിട്ടുണ്ട്. അഹ്മദ്, അബൂദാവൂദ്, ഇബ്നു മാജ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സഹാബികളെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടോടാ. ഞാൻ നിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചത് കിതാബ് റൂഹ്, നിങ്ങളുടെ നേതാവ് ഇബ്നു ഖയ്യിമിന്റെ കിതാബ്. ആ കിതാബിലാണ് പറഞ്ഞത് അൻസാറുകളുടെ പതിവായിരുന്നു. മരണപ്പെട്ടാൽ അവിടെ പോയിട്ട് മയ്യത്തിനടുത്ത് പോയി ഖുർആനോദ. മയ്യത്തിന് വേണ്ടി ഖുർആൻ ഹദിയണമുണ്ടോ? അതിനേക്കാളും വലിയ ചോദ്യം പൊട്ടത്തരം ചോദിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിനെ കഴിയുമ്പോൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം മുസ്ലിമിന് നിന്റെ സഹോദരന് ഹദിയ ചെയ്താൽ മയ്യത്തിന് വേണ്ടി ഇല്ല പറഞ്ഞ പിന്നെ മയ്യത്തിനല്ലേ. മയ്യത്തിന് വേണ്ടി ഉദാഹരണക്കാർക്ക് സ്വന്തം ആ ഒരു അല്പബുദ്ധി ഉണ്ടല്ലോ, അത് പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അബദ്ധജടിലമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം. അപ്പൊ നീ ചോദിച്ചു ഹൈൽ മോലി ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായ ചുരുക്കി പറഞ്ഞാല് മൗലവിപ്പോ ഖുർആൻ ഓതാ മയ്യത്തിനടുത്ത് ഖുർആൻ ഓതാ എന്നത് വേറെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് സംവാദങ്ങൾ വിജയിച്ചു കഴിഞ്ഞ് പിന്നെ ഹദിയ ചെയ്യാൻ പറ്റുന്നുള്ളതാ. അത് പണ്ഡിതന്മാർ തിരികെ തർക്കമുള്ള വിഷയമാണ്. ഷാഫിയുടെ മാത്രം 3 മദ്ഹബിലേക്ക് ഷാഫിയുടെ ഹദിയ ചെയ്യാനുള്ള വിഷയത്തിൽ തർക്കമുണ്ട്. ആ വിഭാഗത്തിലൊക്കെ സ്വയം ഏതായാലും അവിടെ തീരുന്ന ഉദ്ദേശം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്താൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹാജർ പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് വിരമിച്ചാൽ ഉടനെ ഖുർആനിൽ ഹദീസിൽ വിഷയം ചർച്ച ചെയ്ത് നേരെ ഇവിടത്തേക്ക് കോട്ടി മാറ്റി. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക്കിന്റെ എഴുതുകാരനായ ഇബ്നു ഹാജർ തന്നെ പേര് പച്ച പറഞ്ഞു. അങ്ങനത്തെ ചെറു സംവാദത്തിന് വേണമെന്ന് വേണ്ട ആവശ്യമുള്ള ഇമാമുകളിൽ എല്ലാ പിള്ളേരെ പറഞ്ഞാൽ തന്നെ പോലെ നോക്കിയിട്ട് അതുകൊണ്ട് ഈ ചോദിച്ച 2 ചോദ്യത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരെക്കൊണ്ട്? നിങ്ങളെ കൊണ്ട് തന്നെ. ഇബ്നു തൈമിയെ കൊണ്ടും അതുപോലെ തന്നെ ഇബ്നു ഖയ്യിമിനെ കൊണ്ടും മുന്നെടുക്കുന്നവരെയാണ്. ഇൻഷാ അല്ലാഹ് അത് സംവാദം കഴിയുന്നവരെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചുരുക്കി പറഞ്ഞാല് ഷാഫി മുസ്ലിയാർക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല എന്നർത്ഥം. അതിലറിയാവുന്നില്ല. കുറെ ഇബാറത്തുകളുണ്ട്, പാവത്തിന് അതൊന്ന് വായിക്കാനോ അല്ലെങ്കിൽ അത് വിശദീകരിക്കാനോ അല്ലെങ്കിൽ വ്യക്തമാക്കാനോ ഒന്നും കഴിയുന്നില്ല. എന്റെ ചോദ്യം എന്താ? ഖുർആൻ ഓതി അത് ഹദിയ ചെയ്തിട്ട് അതിന്റെ കൂലി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തെളിവുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം മത്തിൽ നമുക്ക് നോക്കാം എന്താണുള്ളത്. ഇവിടെ മത്തിലുള്ള എന്തുള്ളത്? ഇതിലെവിടെയാണ് ഖുർആൻ ഓതിയിട്ട് ഈ ഖുർആൻ ഓതിന്റെ കൂലി മരണപ്പെട്ടവർക്ക് കൊടുക്കുന്നുള്ളത്? ഒന്നും അതിലില്ല. അതാണ് ഒന്നാമത്തെ അതിന്റെ ഖണ്ഡനം. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി തന്നെ നിങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടുള്ള മുജാലിദുള്ള റിപ്പോർട്ടിൽ തന്നെ എന്ന് പറയുന്നത് മുജാലിദ് ദഈഫുൻ, മുജാലിദ് ദുർബലമാണ്. നമ്മുടെ വ്യവസ്ഥ സഹീഹായ ഹദീസാണ്. സഹീഹായ ഹദീസ് വെറുതെ പേരിന് വെച്ചിട്ട് കാര്യമില്ല. അത് എന്താണ്? നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഒന്നാമത് നിങ്ങൾ ഉദ്ദേശിച്ചുള്ളത് മുസ്തനദിന്റെ ശൈലിതാണ്, ദുർബലമാണ്. രണ്ടാമത് ഇതിലെവിടെയും സൂറത്തുൽ ബഖറ എവിടെയും എന്തില്ല? ഈ ഓതിയ സൂറത്തുൽ ബഖറ ഇതിന്റെ കൂലി മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നതിൽ അവിടെ എവിടെയും ഇല്ല.
നിങ്ങൾ കൊണ്ടുവന്നത് രണ്ടാമത് ഇപ്പൊ അഞ്ചെണ്ണം കൊണ്ടുവന്നുണ്ട്, എന്തായാലും 2-3 നമുക്ക് ചെയ്യാം, 2-3 നമുക്ക് തന്നെ പോസ്റ്റ്പോൺ ചെയ്യാം. എന്താണ് ഇമാം ഇബ്നു മാജീം അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് കൊണ്ടുവന്ന ഇഖ്റഉ യാസീൻ അലാ മൗതാകും ഖുൽതു ഇസ്നാദുഹു ദഈഫുൻ. ഇസ്നാദുഹു ദഈഫുൻ. നമ്മുടെ വാദം എന്താണ്? സ്വഹീഹായ ഹദീസാണ്. സ്വഹീഹായ ഹദീസ് വാദം എഴുതിയിട്ട് പിന്നെ ഫീഹി മജ്ഹൂലാണ്. മജ്ഹൂലുകൾ റിപ്പോർട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. അതാണ് കാര്യം. മജ്ഹൂലിന്റെ റിപ്പോർട്ടുകളൊന്നും നിയമമല്ല ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് സംവാദത്തിൽ നമ്മൾ ഇട്ട കരാരി അനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. എന്നിട്ടും വിവരം വീരം അറിയാത്ത മജ്ഹൂലായിട്ടുള്ള ആൾക്കാർ റിപ്പോർട്ട് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ഒരിക്കലും ചെയ്യില്ല. ഇനി ഇമാം അബൂദാവൂദ് അല്ലെങ്കിൽ അതുപോലെ മിറാജോ സഹീഹാക്കിയില്ലെന്നുള്ളത് ചർച്ചയില്ല. കാരണം വെച്ചാൽ ഇവിടെ ചർച്ച എന്താണ്? ദുർബലമായി കഴിഞ്ഞാൽ അൽ ജർഹ് മുഖദ്ദമു തഅദീൽ. അതുകൊണ്ട് തന്നെ ഇത് ദുർബലമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ മജ്ഹൂലുകളുടെ അദാൽ സ്ഥിരപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ റിപ്പോർട്ട് അംഗീകരിക്കണം. റിപ്പോർട്ട് എവിടെയില്ല? യാസീനെ ഓതിയിട്ട് ഈ യാസീന്റെ കൂലി അവർക്ക് കൊടുക്കും എന്നുള്ളതിൽ ഈ റിപ്പോർട്ടിലും ഇല്ല. എന്താണ് ഇബ്നു റഹ്മത്തുള്ളാഹി പറഞ്ഞത്? വ്യക്തമാക്കി തന്നല്ലോ. ഫലം യകുൻ മിൻ ആദത്തി സലഫി ഇദാ സല്ലു തതവ്വുഅൻ വസാമു വഹജ്ജു ഔ ഖറഅൽ ഖുർആന യഹ്ദൂന സവാബ ദാലിക ലിമൗതാഹുൽ മുസ്ലിമീൻ. സലഫ് സാലിഹീങ്ങളുടെ പാഴ്ത്തല്ല. ഇതിനെ ഗണ്ണിച്ചു എന്റെ സഹോദര, ഇത് തന്നെ ഗണ്ണിച്ചു നിങ്ങളുടെ സഹോദരൻ ഇല്ല. മജ്മൂൽ ഫതാവ ഉള്ളത്. അതുപോലെ തന്നെ ജാൽ മസായിൽ കൃത്യമായി തന്നെ പറയുന്നു എന്ത്? ഇതൊരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് ഇത് ഹദിയ ചെയ്യുന്നത് ആരും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അതുപോലെ ഇബ്നുൽ ഹാദിൽ ഹംബലി മാലിക്കല്ല അദ്ദേഹം പറഞ്ഞു ഇബ്നു തൈമിയ്യ അന്ന ഹിദാൽ ഖുർബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അമ്മൽ ഖുർആനി വഗൈ ലാ യുസ്തഹബ്ബു ബൽ ഹുവ ബിദ്അത്തുൻ വന്നഹു സവാഉൽ മക്തൂബിഹി. കൃത്യമായിട്ട് ബിദ്അത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി വിഷയത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എത്തില്ല എന്നുള്ളത് തന്നെ പ്രധാനമായിട്ടുള്ള അഭിപ്രായം. ഇനി എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഇമാം സഹാബി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ പറയുന്ന കാര്യമാണ് എന്ത്? ഒരു സലഫും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് ഇമാം സഹാബി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താ പറയുന്നത്? അമ്മൻ ഖറഅ ശൈഅൽ ഖുർആനി വഖാല ഫീ ദുആ അല്ലാഹുമ്മ ജൽ സവാബ മാ ഖഅദ സിയാദ ഫി ശറഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅജാബ ഹാദാ മുഖ്തറഉൻ മിൻ മുതാഖിൽ ഖുറാഇ ലാ അഅലമു ലഹും സലഫൻ. സലഫ് ഇല്ല പറഞ്ഞു. സലഫ് ഉണ്ടെങ്കിൽ ഇന്ത്യ ഹാജരാക്കും. ഖുർആൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്തിട്ട് ആ കൂലി അവർക്ക് കിട്ടുമെന്നുള്ളതാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ഹാജരാക്കും. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്തല്ല, അതിന് തെളിവുമല്ല. മാത്രമല്ല കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ എന്താണ്? അത് ദുർബലവുമാണ്. മാത്രമല്ല പിന്നെ എന്താണ്? നല്ല കാര്യങ്ങൾ പറയണം മയ്യത്തിന്റെ അടുത്ത് എന്ന് പറയുന്നത് അതൊന്നും ഇവിടെ ചർച്ചയല്ല. ഇവിടെ ചർച്ച ഖുർആൻ ഓതി അത് ഹദിയ ചെയ്യുന്ന വിഷയമാണ്. അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരാൻ തെളിവ് കൊണ്ടുവന്നിട്ടില്ല. മൗലികളുടെ വ്യവസ്ഥ പറഞ്ഞു. എന്തായാലും വ്യവസ്ഥ ഖുർആൻ ഇസ്ലാമിക ഹറാമാണെന്നാണ്. അതിന് ഒരു രേഖ ഇതുവരെ കൊണ്ടുവന്നോ? എത്ര സമയമായി മനസ്സിൽ രേഖ. അത് ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം ഹറാമാണെന്ന് അതെനിക്ക് മനസ്സിലാക്കി കാര്യമല്ലേ? അതിന് പുറമെ ഇബ്നു തൈമിയ്യ ഇങ്ങനെ പച്ച വൈകുന്നുണ്ടാറാ. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആദർശ നേതാവ്. ഇബ്നു ഹാജിനെ കൊണ്ടുവന്നു. ഇബ്നു ഹാജിന് ഒരു പച്ചക്കറാണ്. പിന്നെ ഞാൻ വെറുതെ ഉദ്ദേശിക്കണ്ട. ഇബ്നു ഹാജി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായ ഖുർആൻ ഹദിയ നടത്തലുണ്ടോ ഇല്ലേ അത് വിധത്താണെന്നാ പറഞ്ഞത്. അത് അവിടുന്ന് കോട്ടി മാറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇബ്നു ഹാജി എന്താ പറഞ്ഞത്? ഖുർആൻ ഹദീസാണ് ഏറ്റവും തന്നെയാണ്. പിന്നെ ഹദിയ ചെയ്യുന്ന ഏർപ്പാടുകളെല്ലാം എവിടെ ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ നിങ്ങളെ മുള്ളുകൊണ്ട് മുള്ളെടുക്കുന്ന അർത്ഥമല്ലോ. കിതാബ് റൂഹിൽ ഇബ്നു ഖയ്യിം തന്നെ പറഞ്ഞല്ലോ ഇതെല്ലാം ഇബ്നു ഖയ്യിം പറഞ്ഞത് ഇദാ അഹ്ദഹു ഏറ്റവും ഹദ് ചെയ്താൽ ഏറ്റവും ഞാൻ പറഞ്ഞ് ശരിക്കും മനസ്സിരുത്തി നെഞ്ചത് കഴിച്ച് നിഷ്പക്ഷമായി പഠിച്ചിട്ട് മനസ്സിലാക്കി സോയിലെ. പിന്നെ മൂപ്പർ പറഞ്ഞത് എത്ര കാലാ മൗത്താക്കും സൂറത്ത് യാസീൻ നല്ല ലൈഫാണ്, അത് മജ്ഹൂലാനുണ്ട്. അത് ഏതെങ്കിലും വിഭാഗത്തിൽ മജ്ഹൂലാനുണ്ട് കരുതി എല്ലാ വിഭാഗത്തിലും മജ്ഹൂലാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കൂ. وعن معاذ بن يسار قال رسول الله صلى الله عليه وسلم اقرأوا ياسين على موتاكم رواه ابو داود وابن ماجه واحمد مرفوع ياسين قلب القران لا يتوها رجل يريد الله والدار الاخره الا غفر له واقرؤوها على موتاكم. الحديث اخرجه ايضا النسائي وابن حبان ابن സഹിയാക്കിയിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ സഹിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട, അതിന് മുകളിൽ ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ലൈഫായ ഹദീസ് മതി.
ലൈഫ ഹദീസ് കൊണ്ട് അമലിന് പറ്റും എന്ന് മാത്രമല്ല ഇമാം ശീഖിറഹി അങ്ങനെ പറഞ്ഞു. മരണപ്പെട്ട ആളുകൾക്ക് ഖുർആനിന്റെ അധീന മര്യാദ അതിന് ഒരുപാട് ഹദീസുണ്ട്. അതിൽ ചില ലൈഫാണെങ്കിലും ടോട്ടൽ അതിനൊരു അസ്ലുണ്ടെന്ന് മനസ്സിലാക്കും. മുസ്ലിമിനെ ഇപ്പോൾ ചോദിക്കുന്ന മറുപടിയാണ്. അന്നോട് ഇന്ന് വരെ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. സൂചിക്കുന്ന മാത്രമല്ല ഇത്തഫഖൽ മുസ്ലിമോന ഇത്തിഫാഖൽ മുസ്ലിമീൻ ഇബ്നു തൈമിയ്യ ഇബാറത്താണ് എന്ന് മാത്രമല്ല അടുത്ത് കിതാബ് റൂഹിലുള്ള അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ ഇബാറത്താണ്. എല്ലാവരുടെയും പ്രവർത്തനമാണ്. ഹത്തൽ മുൻകിരീന ആക്ഷേപക്കാരോട് ഇങ്ങനെ ആക്ഷേപിക്കുന്നവർ ഓടാറുണ്ട്. അതുകൊണ്ടല്ലേ ഇബ്നു തൈമിയ്യ ഹിന്ദു വാദപ്രകാരം ഖുർആൻ നൽകിയ മരണപ്പെട്ടപ്പോഴോ എത്രയോ ഹദ്മൂലി ആ ശിഷ്യൻ ശിഷ്യനായ ഇബ്നു കസീർ എഴുതി. ഇബ്നു കസീർ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ദുആ ചെയ്യാത്തപ്പോഴാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ ചോദ്യത്തിന്റെ മറുപടി നിനക്ക് അവസാന സഹാബി പറയുന്ന മറുപടി നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യയെ കൊണ്ട് തന്നെയാണ്. എല്ലാവരും മറ്റുള്ളവരൊക്കെ മുൻകിരികൾ വരെ ചെല്ലാറുണ്ടായിരുന്നു. സഹായിക്ക് മറുപടി നിങ്ങളെ കൊണ്ട് തന്നെ. അത് ചുരുക്കി പറഞ്ഞാൽ ഇത്ര സമയമെടുത്തിട്ടുള്ളൊരു ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ഏർപ്പാട് അനിസ്ലാമികമാണെന്ന് പറയാൻ സ്വയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇബ്നു തൈമിയ്യയുടെ ഇബാറത്തിന് മറുപടി പറയണം. വെക്കറത്തം മറുപടി അറിയൂ. എന്താണ് അതിന്റെ മറുപടി? ഇബ്നു തൈമിയ്യയുടെ ഇബാറത്ത് നിങ്ങളേതാണ് മുസ്ലിം അതിനെ ഹദിയ ചെയ്താൽ ഹദിയ ഇതിപ്പോഴും സലഫുകൾപ്പെട്ടാറുണ്ട്. അതാണ് നിങ്ങളുടെ കിതാബ് റൂഹിൽ നിങ്ങളുടെ ഈ ഇബ്നു ഖയ്യിം പറയുന്ന അൽ ജൗസിയ്യ നിങ്ങൾക്ക് മറുപടി നിങ്ങളെ കൊണ്ടെന്നാണ്. നമുക്ക് ഒരു പണിയില്ല. നമ്മളെ നബിമാമിനെ കൊണ്ടുവരണം, അസാലിമാമിനെ കൊണ്ടുവരണം, കൊണ്ട് ആരും കണ്ടില്ല. നിങ്ങൾക്ക് മറുപടി നിങ്ങളെ കൊണ്ട് തന്നെ. അതുകൊണ്ട് നല്ലൊരു ചോദ്യം കൃത്യമായി ചോദിക്കൂ. ഞാൻ ചോദിച്ച മറുപടിക്കൊക്കെ അവിടുന്ന് ഇവിടുന്ന് കട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഒരു കളവ് നടത്താത്ത നല്ലൊരു ചോദ്യം ദയവ് ചോദിക്കൂ. ആകെ 2 ചാൻസ് കൂടെ ഉള്ളൂ. പറഞ്ഞാൽ ഈ സാധുവിന് ഒരു കിതാബും അതുപോലെ തന്നെ ഒന്നും അല്ല, അസലറിയില്ല, പാവം. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല അദ്ദേഹം ഒരു റാവിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജഹാലത്ത് നീങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെളിവാണത്ര. അങ്ങനെയല്ല, ജംഹൂറിന്റെ അഭിപ്രായം അങ്ങനെയല്ല. ജംഹൂറിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ സംഭവം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതൻ മജ്ഹൂലുൽ ഹാൽ അല്ലെങ്കിൽ മജ്ഹൂലുൽ ഐൻ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള പണ്ഡിതൻ അദ്ദേഹത്തെ സിഖത്താക്കി കഴിഞ്ഞാൽ വ്യക്തമായി, ഉദാഹരണത്തിന് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അദാലത്ത് വ്യക്തമായി തന്നെ സ്ഥിരപ്പെടണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇബ്നു ഹിബ്ബാൻ കൊണ്ടുവന്നതാണെന്ന് പറയണം കേട്ടോ. ഫത്ഹുൽ മുഈൻ കൃത്യമായി പറഞ്ഞു, ഹാദല്ലദീ ദഹബ ഇലൈഹി ഇബ്നു ഹിബ്ബാൻ മിൻ അന്ന റജുല ഇദൻ തഫജ്ജഹ ഐനിഹി കാന അലൽ അദാല. അതായത് ഇബ്നു ഹിബ്ബാന്റെ വിഷയം എന്താണ്? ഒരു പണ്ഡിതൻ അദ്ദേഹം വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് ജഹാദിൽ ഐന് നീ കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം സ്ഥിരപ്പെട്ടു, അദാലത്തിൽ സ്ഥിരപ്പെട്ടു എന്നാണ്. ഇല്ല എന്ന ജർഹുഹു, അദ്ദേഹത്തിന്റെ ജർഹ് വ്യക്തമായി വിശദീകരിക്കാത്തോളം അദ്ദേഹത്തിന് അദാലത്ത് സ്ഥിരപ്പെട്ടു എന്നാണ് ഇബ്നു ഹിബ്ബാന്റെ അഭിപ്രായം. ഇതാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കിഫായിൽ നിന്നും. എന്നാൽ അതിനെ പറ്റിയുള്ള മദ്ഹബുൻ അജീബുൻ വൽ ജുംഹൂറു അലാ ഖിലാഫിഹി. മദ്ഹബുൻ അജീബുൻ വൽ ജുംഹൂറു അലാ ഖിലാഫിഹി. അജീബായിട്ടുള്ള അഭിപ്രായം പൊന്നു ഷാഫി മുസ്ലിയാർ ഇവിടെ കൊണ്ടുവരണ്ട. ജംഹൂർ എതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായം ഇവിടെ കൊണ്ടുവരേണ്ട അഭിപ്രായമില്ല. മാത്രമല്ല ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തെ സിഖത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല പണ്ഡിതന്മാർ അബൂ ഹാത്തിം പോലുള്ള പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ മജ്ഹൂലായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അന്ന ജഹാദ് ഐനി തർത്തബി ബിരിവായത്തി വാഹിദ് മശ്ഹൂർ വഹുവ മദ്ഹബു ശൈഖിഹി ഇബ്നു ഹുദൈമ ജഹാദ് ഹാലിഹി ബാഖിർ ഇൻദ ഗൈരിഹി. മറ്റുള്ള വീക്ഷണത്തിൽ എന്താണ്? ഇദ്ദേഹം മജ്ഹൂൽ തന്നെയാണ്. ഈ അഭിപ്രായം ദുർബലമാണ്, അജീബാണ്, ഒരിക്കലും തന്നെ സ്വീകാര്യവുമല്ല. ഇതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് കാട്ടിമാറി കൊടുക്കുന്നുണ്ട്, ദുർബലമായിട്ടുള്ള അഭിപ്രായം കൊണ്ടുവല്ല ആവശ്യമില്ല. അതുകൊണ്ട് ഇക്രോ മൗത്തങ്ങയല്ല യാസിൻ. ഒന്ന് അതിലെ യാസീന്റെ ഈ കൂലി മറ്റുള്ള കൊടുക്കണമെന്നില്ല. രണ്ടാമത്തത് നിങ്ങൾ കൊണ്ടുവന്ന ന്യായം ദുർബല ന്യായം. ഇനി എന്താണ് അടുത്തത്? നമ്മൾ കൃത്യമായി മുജാൽ ദഈഫ് എന്ന് പറഞ്ഞു. ദഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കിഫായിൽ തന്നെ പറയാം. فإن الذي عليه جمهور العلماء أن الحكم للجرح والعمل به أولى.
അഥവാ ഒരു പണ്ഡിതനെ പറ്റി ഒരു റാവിനെ പറ്റിയിട്ട് അദ്ദേഹം ദുർബലമാണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മുന്തിക്കേണ്ടത്. അൽ ജർഹ് മുഖദ്ദമു തഅദീൽ. കാരണം എന്താണ്? ലിഅജലി മാ ദകർനാഹു മിൻ അന്നൽ ജാരിഹീന യുസദ്ദിഖുൽ മുഅദ്ദില ഫി ഇൽമി ബിൽ ളാഹിർ വയഖൂല ഇൻദനാ സിയാദു ഇൽമിൻ ലം തഅലമൂഹു മിൻ ബാത്തിൻ അംരി. കാരണം ഈ അഗാധപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാഹിറായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഇനി സത്യപ്പെടുന്നത്. എന്നാൽ ജർഹ് ചെയ്യുന്നവരാകട്ടെ അദ്ദേഹത്തിന് കൂടുതൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്നു, അദ്ദേഹത്തിന് ദുർബലപ്പെടുന്നു. മുജാലിദ് ദുർബലനാണ്. ദുർബലമായ ഹദീസുകൾ ആവശ്യമില്ല. സംവാദത്തിന്റെ വാദം നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. നമുക്ക് അതിലുള്ള ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ അത് തന്നെ ചെയ്യും. ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷീറാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മുഹദ്ദബ് എന്നുള്ള ഗ്രന്ഥത്തിൽ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്ത്? ഇവിടെ പറയുന്നു, വഅമ്മാ മാ സിവ ദാലിക മിനൽ ഖുർബി കഖിറാത്തിൽ ഖുർആനി വഗൈരിഹാ ഫലാ യുൽഹഖുൽ മയ്യിതു സവാബുഹാ. ഇതാണ് ഇവിടെ ഇമാം ഷീറാസി റഹ്മത്തുള്ളാഹി ദുആ അവർക്ക് കിട്ടും, പക്ഷെ അതിന്റെ സവാബ് ഖുർആൻ അതിന്റെ സവാബ് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. കിട്ടുമെന്നാണെങ്കിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടും? അതിന്റെ കൂലി, ഈ ആയതിന്റെ കൂലി കിട്ടുമെന്നുള്ളത് ഏതെങ്കിലും പ്രഗത്ഭരായ മുഫസ്സിരീങ്ങൾ സലഫ് സാലിഹിൽ നിന്ന് മുദ്രിച്ചത് എന്ത് ചെയ്യാം ഇവിടെ ഹാജരാക്കാം. ഏതായാലും സംവാദം കഴിയാറായി. ഇതുവരെ അവരുടെ നേതാക്കളായ ഇബ്നു തൈമിയ്യയെയും ഇബ്നു ഖയ്യിമിനെയും തൊടാൻ പോലും കഴിയുന്നില്ല, പേടിയാവുകയാണ് അല്ലെ. ഇബ്നു ഖയ്യിം ഇബ്നു തൈമി കൃത്യമായ ഖുർആനോദി ഹദിയ ചെയ്താൽ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സുഹൈലിന്റെ കാലത്ത് ഖുർആൻ ഏതാ, പക്ഷെ ഹദിയ ചെയ്യാൻ പറ്റപ്പെടില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് ഈ സംവാദം കൊണ്ട് അവിടെ വരെ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഉസൂൽ പഠിച്ചില്ല. ഉസൂൽ പഠിക്കാത്തത് ആരാ? ഖുർആൻ അല്ല, കിതാബ് ഓടിപ്പിടിക്കണം, ദർസിന് ഓടിപ്പിടിക്കണം. ഇത് ലൈബ്രറിയിൽ ഗൂഗിളിൽ സെർച്ചിലാക്കിയിട്ടുള്ള കേസല്ല. എന്താ അദാലത്ത് തഅദീല് മഖ്ബൂലും യുകിറ സബബു അം ലം യുകിർ. തഅദീൽ എന്ന് പറഞ്ഞാല് സബബ് പറയട്ടെ പറയാതിരിക്കട്ടെ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. കാരണം അന്ന കാതാറ് കൊടുത്തുള്ളൂ. തഅദീൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ വളരെ ദീർഘമാണ്. ഫഖദിൽ ഇത്ലാഖ്, അത് അരയിത്ലാഖും സഹാഹു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്വീകരിക്കും. ബിഖിലാഫിൽ ജർഹി, ജർഹിനെതിരായിട്ട് മുഫസ്സിറൻ തഫ്സീറോട് കൂടെ എല്ലാവരും സ്വീകരിക്കപ്പെടില്ല. ജർഹിന്റെ തഫ്സീർ കൃത്യമായ പറയണം, അത് പറഞ്ഞിട്ടില്ല. ഇത് ഒരുപാട് വിവാഹത്തിലൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാറന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വിവാഹത്തിലൂടെ വരുമ്പോൾ അതിന് കൂവത്ത് കിട്ടും. അത് ഇജ്മാ ആയിട്ടുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, ഇമാം സുയൂത്തി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം നിരാക്ഷേപം ചെയ്തു പോരുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ നേതാക്കന്മാർ, പല മുത്തപ്പൻ നേതാക്കന്മാരായ ആളുകളൊക്കെ പറയാണ്. ഞാനെന്ത് ചെയ്യാൻ? പിന്നെ മൂപ്പര് ചോദിക്കുന്നത് ഇമാം ഷീറാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഫായുൽഹഖുൽ മയ്യിത്തു സവാബുഹാ എന്ന് പറയുന്നുണ്ടല്ലോ. മയ്യത്തിന്റെ സവാബ് കിട്ടൂല. എപ്പോ ഹദീസ് ചെയ്യാത്തപ്പോ അതിന് തറക്കണ്ട്. സ്വയം മനസ്സിലാക്കണം, ഷാഫി മദ്ഹബിൽ മാത്രം തറക്കണ്ട്. ഖുർആൻ ഓതി സവാബ് ഹദീസ് ചെയ്യണ്ടേ? ഈ ഷിറാസി ഇമാം ആളും അഭിപ്രായക്കാരനായിരിക്കും. ഹദീസ് ചെയ്യാനേ കിട്ടില്ല എന്ന ആൾക്കാരനായിരിക്കും. സ്വയപ്പകരല്ലേ ഹദീസ് ചെയ്യാനേ കിട്ടില്ല, അല്ലാതെ അലലിക്കാൻ കിട്ടില്ല എന്നല്ലേ. അതുകൊണ്ട് അതിന് വലിയ തർക്കമില്ല, ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തോട് പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ നേതാക്കന്മാരെ ഊഹയിലും അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യും നിങ്ങളുടെ അബ്ദുൽ വഹാബ് വരെ പറഞ്ഞത് കിട്ടുന്നതാണ്. ഇവിടെ നോക്കരുത്, ഖുർആൻ ആയത്തുണ്ടോ കിട്ടും എന്നതിന് ഖുർആൻ ആയത്തുണ്ടോ? ഇന്നലെ ഓതിലായത്തന്നെ നമ്മുടെ വിളിവ് എന്ന ആയത്തിനെ സ്വീകരിച്ച് നിങ്ങളുടെ ഇബ്നു തൈമിയ്യ ഖുർആന്റെ തള്ളല് തുല്യമാണ്. ഇബ്നു തൈമിയ്യ തള്ളലല്ല പറഞ്ഞത്. ആ ഇബ്നു തൈമിയ്യ പറയുന്നു, എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നു, ഈ ഒരായത്ത് കൊണ്ട് വേറൊരു ഗൈറിന്റെ അധ്വാനം മയ്യത്തിന് ഉപകരിക്കൂല എന്ന്, മയ്യത്തിന് ഉപകരിക്കലിനെ തടയൂല. മയ്യത്തിന് ഹദി ചെയ്യട്ടെ, ഹദി ചെയ്യാതിരിക്കട്ടെ, മയ്യത്തിലേക്ക് എത്തും. ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായ പ്രകാരം ഹദി ചെയ്യണമെന്നല്ല കേട്ടോ, അത് വേറെ വിഷയം. ഹദി ചെയ്താൽ എത്തും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഇബ്നു തൈമിയ്യനെ കൊണ്ട് തന്നെയാണ് മറുപടി.
എന്നിട്ട് ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഇബ്നു തൈമിയ്യ പറയുന്നു ലൈസ ഫിൽ ആയത്തി, ഈ ആയത്തിലില്ല, വലാഫിൽ ഹദീസി, ഒരു ഹദീസിലും ഇല്ല, അന്നൽ മയ്യത്തല എന്തഫി ബിരുവായിൽ ഹലഖി വബിമായാമലു അലഹു മിനൽ ബിർരി ബൽ അയിമ്മത്തുൽ ഇസ്ലാമി മുത്തഫിഖൂന അല ഇന്തിഫാഇൽ മയ്യത്തി ബിദാലിക. ഖുർആനെ ഓത്തുകൊണ്ടും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മയ്യത്തിന് അത് ഉപകരിക്കുമെന്നതിലാണ് ഇസ്ലാം മൊത്തം എല്ലാവരും മുസ്ലിങ്ങളെ മുഴുവൻ അതിൽ ഏകോപിച്ചിരിക്കുന്നു. വഖദിയല്ല അലൈഹിൽ കിതാബു വസുന്നത്തു വൽ ഇജ്മാഉ, കിതാബും സുന്നത്തും ഇജ്മാവും അതിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. ഖുർആൻ സുന്നത്ത് ഇജ്മാവ് പ്രകാരം ഞാനല്ല പറയുന്നത്, നിങ്ങൾ ഇബ്നു തൈമിയ്യ എന്നോട് ചൂടാണ്ട. ഫമൻ ഖാലഫ ദാലിക, ഇനി ആരെങ്കിലും ഇതിനെതിർക്കാണ്, സ്വയിലെ പോലുള്ള ചില ആളുകൾ ഖുർആൻ എത്തൂല ആണ് ഹദിയുണ്ടോ, ഹദിയ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, എത്തൂല എന്നാരെങ്കിലും എതിരായി വാദിക്കുന്നുവെങ്കിൽ കാനമിൻ അഹ്ലിൽ ബിദ്അഇ, അവനാണ് പുത്തനാശയക്കാരൻ, അവനാണ് മുബ്തദി എന്ന് നിങ്ങളുടെ തലതൊട്ടപ്പൻ നേതാവ് ഇബ്നു തൈമിയ്യ അവിടുത്തെ ഫത്താവ ഇബ്നു തൈമിയ്യ 3-ാം വാല്യം 27 ഇതന്നെ വേറൊരു സ്ഥലത്ത് 24-ാം വാല്യം 366-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു. ഇവിടെ പുള്ളിക്ക് എങ്ങനെയെങ്കിലും സമ്മാനം കഴിയണേ, എന്തൊരു സുഖം. നമ്മൾ ആദ്യത്തിൽ ഇവിടെ 7 റൗണ്ട് ഉദ്ദേശിച്ചുള്ളത്, പക്ഷെ എന്തോ കാരണവശാൽ 5 റൗണ്ട് ആക്കി. നിങ്ങൾ ആയിരിക്കും അല്ലാഹു ആലം. എന്തായാലും ഇവിടെ കൊണ്ടുവന്നാണ് ജർഹ് എന്താണ്, ഒരിക്കലും മുഫസ്സറായിരിക്കണം ചോദിക്കട്ടെ. മുജാഹിദിനെ കുറിച്ച് ലൈസ ബിൽ ഖവി എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദാലത്തിന്റെ ജർഹ് മുഫസ്സറാണോ മുബഹമായ ജർഹാണോ, അഥവാ അത് അതിന്റെ ജർഹ് ആക്ഷേപം അത് വ്യക്തമായി തഫ്സീറുള്ള ജർഹാണോ അത് മുബഹമായ ജർഹാണോ, അതോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദബ്തിലെ ജർഹ് മുഫസ്സറാണോ അതോ മുബഹമാണോ, ഇത് സ്വന്തം ഒന്നിനും തൊള്ളാണ്ട. കിതാബിന്റെ അടിസ്ഥാനത്തിൽ ലൈസ ബിൽ ഖവി എന്നുള്ളത് ഒരിക്കലും എന്തല്ല, അത് മുഫസ്സറായ ജർഹല്ല മുബഹമായ ജർഹാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ ഹാജരാക്കുക. ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം വിഷയത്തില്. പിന്നെ ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഒരു വിഷയത്തില് പല തരീഖിലോട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അതിനടിസ്ഥാനം ഇവിടെ ഒരെണ്ണം പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്താണ്, അവിടെ ഖുർആൻ ഓതി ഇവിടെ ഖുർആൻ ഓതി, അതല്ല നമ്മുടെ വിഷയം. ഖുർആൻ ഓതിയിട്ട് ഈ ഖുർആൻ ഓതിയതിന്റെ കൂലി അത് കിട്ടുമോ കിട്ടില്ലേ, അത് ആ രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ, അതാണ് വിഷയം. അതല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ കൊണ്ടുവന്ന ഒറ്റ റീക്കബൗദ്ധാസി എന്നുള്ളത് അത് കബറിനടുത്തില്ല, മാത്രമല്ല ഈ ഓലിന്റെ കൂലി അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല അത് മജ്ഹൂലായിട്ടുള്ള ആൾക്കാർ റിപ്പോർട്ടാണ്, മജ്ഹൂൽ ആൾക്കാർ റിപ്പോർട്ട് ഇവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ കാനിൽ അൻസാർ എന്നുള്ളത് ദുർബലമായിട്ടുള്ള മുജാഹിദിന്റെ റിപ്പോർട്ടാണ്, അത് ലൈസ ബിൽ ഖവിയാണ്. അതുപോലെ അവസാനത്തെ കാലത്ത് അദ്ദേഹത്തിന് തഗയ്യുർ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജർഹ് മുഫസ്സറ മുബഹമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ന്യായങ്ങളൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഈ 4-ാമത്തെ അവസരത്തിലെ ചോദ്യം, ഇമാം നവവി റഹ്മത്തുള്ള ശിഷ്യനായിട്ടുള്ള ഇബ്നു അത്താബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നിന്നും നഖ്ൽ ചെയ്യണം. നഖ്ൽ ചെയ്യണം ഇബ്നു അത്താബ് റഹിമഹുല്ല നഖ്ൽ ചെയ്യണം. അദ്ദേഹം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പറയുന്നു. അദ്ദേഹം പറയുന്നു, വസുഇല ശൈഖ് ഇമാമുദ്ദീൻ ഇബ്നു അത്താബ് തൽമീദ് നവവി റഹിമഹുല്ല ഹൽ തജൂസു ഖിറാഅത്തുൽ ഖുർആനി വഹിദാഉ സവാബി ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹൽ ഫി അസറുണ്ടോ, നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി ഹദീസിന്റെ കാര്യത്തിലുള്ള അസറുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഫജാബ ഹാദ ലഫ്ലുഹു അമ്മാ ഖിറാഅത്തുൽ ഖുർആനിൽ അസീസി ഫമിൻ അഫ്ദലിൽ ഖുർബാതി وأما إهداؤه للنبي صلى الله عليه وسلم فلم ينقل فيه أثر ممن يعتد به بل ينبغي أن يمنع منه لما فيه من التهجم عليه فيما لم يعزن فيه. എന്താണ് ഖുർആൻ ഓതുന്ന അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം തന്നെ. പക്ഷേ ഈ ഓതിയതിന്റെ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണപ്പെട്ടു പോയിട്ടില്ല. അഫ്ളൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഹദീസിന് ഫലം യുൻകൽ ഫി അസർ, ഒരു അസറില്ല. അസറില്ലാണ്ട് ഈ കുറെ തരീഖുകളൊക്കെ വന്നു പറയും പച്ചക്കള്ളം. അവലംബിക്കാവുന്ന ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല അത് തടയും. കാരണം ഇത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിര കയറുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒരിക്കലും എഴുതി തന്നിട്ടില്ല. ചോദിക്കട്ടെ, ഏതെങ്കിലും അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഇങ്ങനെ ചെയ്യാമെന്നെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ട ഏതെങ്കിലും ആൾക്കാരുടെ പേര് ചെയ്യാമെങ്കിൽ അത് ഇവിടെ ഖുർആൻ ഓതി ഹദിയ അവർക്ക് ഓതിന്റെ കൂടി ഹദിയ ചെയ്യുന്നതിന്റെ അസർ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ഇമാം റഹ്മത്തുള്ളാഹി ശിഷ്യനായിട്ടുള്ള ഇബ്നു അബ്ബാസ് ചോദിച്ച പോലെ കൊണ്ടുപോയി ഹാജരാക്കുക. അൽഹംദുലില്ലാഹ്, സംഭാവന അവസാനിക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെയും അവന്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും മദദ് കൊണ്ട് ഹക്ക് ബർക്കത്ത് കൊണ്ട് ഇവിടെ ഒരു ബിദഅത്തിന്റെ അഹലുകാരനായി വന്ന സുഹൈൽ യൂസുഫ്, അവൻ ബിദഅത്തിന്റെ അഹലുകാരാണ് പറഞ്ഞ ഞാനല്ലോ, ഇബ്രത്തീമി പറഞ്ഞതാണ്. ഖുർആൻ ഓതിയാൽ എത്തുള്ള നാടിൽ പറയണമെങ്കിൽ അവൻ ബിദഅത്തുകാരനാണ് പറയുന്നത്. ആ ബിദഅത്തുകാരന് ഒരു ഹർഫും ഉണ്ടാകാൻ കഴിയാതെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദിച്ചതിനൊക്കെ നല്ല കൃത്യമായി മറുപടി പറയാനും കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ മൂപ്പര് പറയാം, അത് വയ്യാസായ ഹദീസ് തന്നെയാണ് എന്റെ കുട്ടി, ഞാനല്ലത് ഇബ്നത്തെയും നിങ്ങളുടെ ശൗക്കാരിക പറഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ശൗക്കാരിയുടെ റിവായത്തുക ഇങ്ങനെ ഒരുപാട് റിവായത്തിലൂടെ വന്നു. ഞാൻ മുമ്പ് ഈ ഭാഗത്തിട്ടു ഒരുപാട് തുറപ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂവത്ത് കിട്ടും. ആര് പറഞ്ഞു? ഇബ്നത്തെയും പറഞ്ഞു. പിന്നെ മരിച്ചാൽ മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതിയാൽ എത്തുമെന്നുള്ള ഹദീസ് ഒരുപാട് സഹിയുണ്ട്, കുറച്ച് ലൈഫുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചിലതൊക്കെ ലൈഫാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി ഖുർആൻ ഓതും. അങ്ങനെ കാലകാലത്ത് ഇജ്മാ, അത് ഐക്യമായിരിക്കും, ഇജ്മാ ആയിരിക്കുന്നു. ഇത് ഇജ്മാ എല്ലാവരും എതിർത്തിട്ടില്ല. ഇതിന് തോന്നി എതിർത്തിട്ടില്ല, ഇതിനെ തന്നെ എതിർത്തിട്ടില്ല, ഇതിൽ കസീർ എതിർത്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നേതാവും എതിർത്തിട്ടില്ല. ഇപ്പോൾ ആദ്യമേ കണ്ടിട്ടുണ്ടോ ഹുസൈൻ? അദ്ദേഹം വരെ മൂപ്പര് വരെ എത്തുമെന്നാ പറഞ്ഞത്. ഇന്ന് ആ ഹദീസ് ഓതിയപ്പോൾ എന്ന സൂറ ആ ഹദീസ് ഓതിയപ്പോൾ അതിന് മുഫസ്സറ നിലയ്ക്ക് അത് ജനസ് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് ആൾക്കാർ മുഖത്തിന്റെ താഴ്ത്തി അതൊക്കെ ഞാൻ പൊളിച്ചടക്കി. എന്താണ് മുഫസ്സറ നിലയ്ക്കുള്ളത്? ജനഹത്തെ ഉണ്ടാവുക ലാസിമ പഠിച്ചോ ഇല്ല അത്തുബത്തു എന്ന് പറയണം, ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രയോഗം ഈ ഹദീസിലുമായ രാവികളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ശരിക്ക് പഠിച്ചു പറ. ഇതൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ മൊഴിയിലായിട്ടുണ്ടായ അബദ്ധമാണിത്. അതിന് ഓതിപ്പടിക്കണം മനസ്സിൽ വന്നിട്ട്. പിന്നെ അവസാനമായിട്ട് ഇപ്പൊ ഇബ്നു അത്താർകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇബ്നു അത്താർകളെന്ന് മാത്രമല്ല നിങ്ങളിൽപ്പെട്ട ഒരു നേതാവിനെ പോലും ഇബ്നു തൈമിയെ പോലെ, ശൗക്കാരിയെ പോലെ, ഇബ്നു ഖയ്യിമിനെ പോലെ, ഇബ്നു കസീറിനെ പോലെ ഒരു നിങ്ങളുടെ കുട്ടി നേതാക്കന്മാരെ പോലും മരിച്ചവർക്ക് ഖുർആൻ ഓതി ഹദീസ് ചെയ്താൽ കിട്ടില്ല എന്ന വിഷയത്തിൽ നിങ്ങൾ കിട്ടൂല. അതിനാണ് ഇത്രയോ കാണാവത്തി ചൂട് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയുടെ ഇതൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാമ ആ വിഷയത്തിലും ഉണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മൂപ്പര് കിടന്നിട്ട് ഇതിനേക്കാരുടെ വിഷയം എന്താണ്? അതിൽ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേകമായ റസൂലുള്ളാഹി നബിയുടെ ഖുർആൻ ഹദീസിന്റെ പരിപാടി ഉണ്ടല്ലേ, അതാണ് അവിടെ ചർച്ച. അത് അവിടെ നിന്ന് എടുത്ത് അടർത്തി മാറ്റി, സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം അത് നടക്കൂല. നേരത്തെ ഇബ്നു ഹാജിർ തങ്ങളുടെ പേരിൽ പച്ചക്കറി പറഞ്ഞതുപോലെ കാലവേദന വിഷയാക്കുന്നില്ല. അത് വിദേത്തുകാരുടെ സ്വഭാവമാണിത്. അണ്ണുകളിൽ തുടങ്ങിയതല്ലേ, പൊന്നാലും തുടങ്ങി വീണ്ടും വീണ്ടും കളവിങ്ങനെ പറയാ, കക്ക ഇവിടെ കൊണ്ടിട്ട് ഇവിടെ നിൽക്കുക, അവിടെ കക്ക. ആ പരിപാടി ഇൻഷാ അല്ലാഹ് സുന്നികളായ കുട്ടികളുടെ മുമ്പിൽ നടക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി തലക്കാലം നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സത്യമായി വെളിപ്പെടുത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.